നമസ്കാരം. കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് കൊറിയൻ മാനുഫാക്ചറേഴ്സ് ആയ കിയ അവരുടെ ഏറ്റവും പുതിയ കോൺസെപ്റ്റ് മോഡലായ കിയ സോണറ്റ് ഈ കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ ലോഞ്ച് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് കിയയുടെ ഇതിന് മുമ്പത്തെ മോഡൽ കിയ സെൽറ്റോസ് ഹ്യൂണ്ടായി ക്രെറ്റയുടെ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആയിരുന്നു. ആൻഡ് കിയ സെൽറ്റോസിന് ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു കിട്ടിയത്. അങ്ങനെ ഇരിക്കെയാണ് ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഓഗസ്റ്റ് 7-ാം തീയതി കിയ സോണറ്റിന്റെ വേൾഡ് വൈഡ് ലോഞ്ച് ഇന്ത്യയിൽ വെച്ച് നടന്നത്. അപ്പോൾ കിയ സോണറ്റിന്റെ ഒരു ഫസ്റ്റ് ഔട്ട്ലുക്കാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. കിയ സോണറ്റിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം ഇൻ ടേംസ് ഓഫ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈൻ, ഇൻ ടേംസ് ഓഫ് എഞ്ചിൻ ഓപ്ഷൻസ്, ഫങ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് എക്സെട്ര മുതലായവ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ അവസാനം ആകുമ്പോഴേക്കും നിങ്ങളൊരു കോമ്പാക്ട് എസ് യു വി മേടിക്കാൻ പ്ലാനിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് അവൈലബിൾ ഓപ്ഷൻസ് ആയ ഹ്യൂണ്ടായി വെന്യൂ, ടാറ്റ നെക്സോൺ, ഫോർഡ് എക്കോസ്പോർട്ട് എന്നീ ഓപ്ഷൻസിന്റെ കൂടെ കിയ സോണറ്റ് ഓൾസോ കൺസിഡർ ചെയ്യണോ വേണ്ടയോ എന്നൊരു അനാലിസിസ് നമുക്ക് ചെയ്യാം. സോ ബട്ട് ബൈ മലയാളീസ് ഫാമിലി, വെൽക്കം ടു എ ന്യൂ വീഡിയോ പ്രസന്റിംഗ് ബിഫോർ യു കിയ സോണറ്റ്. വണ്ടിയുടെ എക്സ്റ്റീരിയർ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അതായത് കുറേയധികം ലൈൻസ് ഉണ്ട്. ഒരു പവർഫുൾ ടഫ് മസ്കുലർ എസ് യു വി എന്നുള്ളൊരു ലുക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഡിസൈൻ എലിമെന്റ്സ് ആണ് ഇവയൊക്കെ. വണ്ടിയുടെ സൈഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അതിന്റെ എ പില്ലറിന് താഴെ വരുന്ന ആ ലൈൻസ് ഒക്കെ ഇതിനൊരു പവർഫുൾ ലുക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക കാര്യമാണ് വീൽസിന് മുകളിൽ വരുന്ന വീലാർക്ക്. അത് വലിയ സൈസുള്ള വീലാർക്കാണ്. അത് ഈ വണ്ടിക്ക് ഒരു മസ്കുലർ ലുക്കാണ് നൽകുന്നത്. വണ്ടിയുടെ മുൻഭാഗത്ത് തന്നെ നിങ്ങൾക്ക് കിയയുടെ സിഗ്നേച്ചറായ ടൈഗർ നോസ് ഗ്രിൽ കാണാൻ കഴിയും. ഇത് കിയയുടെ ഒരു സിഗ്നേച്ചർ ഗ്രിൽ ഡിസൈൻ ആണ്. അതിന്റെ സൈഡിൽ നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ LED DRLs കാണാം. കിയ ഇതിനെ വിളിക്കുന്നത് ഹാർട്ട് ബീറ്റ് ഷേപ്ഡ് LED DRLs വിത്ത് ടൈഗർ ഐലൈൻ എന്നാണ്. ഇത് കിയ സോണറ്റിന്റെ വളരെ പ്രീമിയം ലുക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഇനി ഈ ഗ്രിൽ ക്ലോസർ ആയിട്ട് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ കുറെ റെഡ് എലമെന്റ്സ് അലോങ് വിത്ത് ഒരു GT ബാഡ്ജിങ് കാണാം. ഇത് ശരിക്കും കിയയ്ക്ക് ഒരു സ്പോർട്ടി ലുക്കാണ് കൊടുക്കുന്നത്. താഴെ ഫോഗ് ലാംപ്സും അതിന്റെ അടിയിൽ ഒരു സ്കിഡ് പ്ലേറ്റ് ഡിസൈനും മൊത്തത്തിൽ ഈ വണ്ടിക്ക് ഒരു സ്പോർട്ടി അറ്റ് ദ സെയിം ടൈം ഒരു പ്രീമിയം ലുക്ക് നൽകുന്നുണ്ട്. തരക്കേടില്ലാത്തൊരു 190 mm ഗ്രൗണ്ട് ക്ലിയറൻസും അതോടൊപ്പം തന്നെ 16 ഇഞ്ചിന്റെ അലോയ് വീൽസും നമുക്ക് ഈ വണ്ടിയിൽ കാണാം. വണ്ടിയുടെ പിൻഭാഗത്തുള്ള ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ഒരു ഹാർട്ട് ബീറ്റ് ഷേപ്ഡ് LED ടെയിൽ ലാംപ്സ് ഇവിടെ കാണാൻ പറ്റും. രണ്ടിന്റെ നടുക്കായിട്ട് ഒരു റിഫ്ലക്റ്റീവ് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രീമിയം ലുക്ക് ഈ വണ്ടിക്ക് നൽകുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ താഴെ ഒരു ഫേക്ക് എക്സോസ്റ്റ്, ഡുവൽ എക്സോസ്റ്റ് ഡിസൈനും മസ്കുലർ ലൈൻസും മൊത്തത്തിൽ ഒരു സ്പോർട്ടി പ്രീമിയം ലുക്ക് ഈ വണ്ടിയുടെ ബാക്ക് സൈഡിലും കൊടുക്കുന്നുണ്ട്. ടോക്കിംഗ് അബൌട്ട് ദി ഇന്റീരിയേഴ്സ്, കിയയുടെ ഇന്റീരിയർ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഒരു മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് വീൽ, അതോടൊപ്പം തന്നെ ഒരു 10.2 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് ടച്ച് സ്ക്രീൻ സിസ്റ്റം നമുക്ക് ഈ വണ്ടിയിൽ കാണാൻ പറ്റും. ഈ വണ്ടിയുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു പാർഷ്യലി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ വളരെയധികമായിട്ടുള്ള കുറെ യൂസ്ഫുൾ ഫീച്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡിസ്റ്റൻസ് ടു എംപ്റ്റി റേഞ്ച്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എക്സെട്ര. ഈ വണ്ടിയുടെ വെർട്ടിക്കലി മൗണ്ടഡ് AC വെന്റ്സ് കിയ സോണറ്റിന്റെ ഡാഷ്ബോർഡിന് ഒരു സ്പോർട്ടി ലുക്കാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രീമിയം സേഫ്റ്റി ഫീച്ചേഴ്സ് ആയ സ്വിച്ചബിൾ ട്രാക്ഷൻ കൺട്രോൾ, പലതരം ഡ്രൈവിംഗ് മോഡ്സ് എക്സെട്ര എന്നിവയുടെയൊക്കെ ഒരു കൺട്രോൾ ബട്ടൺസും നമുക്ക് ഈ ഡാഷ്ബോർഡിൽ കാണാൻ കഴിയും. വളരെ വലിപ്പമുള്ള പ്ലഷി കംഫർട്ടബിൾ ഫ്രണ്ട് സീറ്റ്സ് ആണ് സോണറ്റിൽ നമുക്ക് കണ്ടുവരുന്നത്. മറ്റൊരു സവിശേഷത എന്തെന്ന് വെച്ചാൽ ഈ സെഗ്മെന്റിൽ അധികം ആരും പ്രൊവൈഡ് ചെയ്യാത്ത പോലെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് കിയ സോണറ്റ് നമുക്ക് നൽകുന്നത്, വിച്ച് ഇസ് എ ഗ്രേറ്റ് വാല്യൂ ഫോർ മണി. കിയ സോണറ്റിന്റെ GT വേരിയന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്പോർട്ടി ലുക്കുള്ള സീറ്റ്സ് ആണുള്ളത് വിത്ത് അഡീഷണൽ GT ബാഡ്ജിങ്. സോണറ്റിന്റെ പ്രീമിയം ഫീച്ചേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടിയിൽ സൺറൂഫ് ലഭിക്കുന്നതാണ്. പാനറോമിക് അല്ല എന്നെങ്കിലും ഒരു വലിയ സൺറൂഫ് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ വണ്ടിയുടെ ഹൈ എൻഡ് വേരിയൻസിൽ നമുക്ക് ബോസിന്റെ ഇൻബിൽഡ് 7 സ്പീക്കർ സിസ്റ്റം വിത്ത് സബ് വൂഫർ ഓൾസോ ലഭിക്കും, വിച്ച് വിൽ ബി എ സീമിംഗ്ലെസ് ലിസണിംഗ് എക്സ്പീരിയൻസ്. ഇതോടൊപ്പം തന്നെ ഒരു വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജിംഗ് ഫംഗ്ഷനാലിറ്റി ഓൾസോ ഈ വണ്ടിയിലുണ്ട്, വിച്ച് മേക്സ് ഇറ്റ് ഹൈലി വാല്യൂ ഫോർ മണി വേരിയന്റ്.
കമ്മിങ് ടു ദ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ആംറെസ്റ്റ് വിത്ത് 2 കപ്പ് ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. മിഡിൽ പോർഷനിൽ ഹെഡ് റെസ്റ്റ് അവൈലബിൾ അല്ല. ബാക്ക് സീറ്റിൻ്റെ ലെഗ് റൂം അഥവാ ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള അത്യാവശ്യം സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലെഗ് സ്പേസ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ബാക്കിലുള്ളവരുടെ ലൈഫ് ഈസിയാക്കാൻ വേണ്ടി ഒരു USB ചാർജിങ് സോക്കറ്റ്, അതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോൺ ഹോൾഡർ, അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് കൺട്രോൾ ചെയ്യാവുന്ന AC ഫാൻ ബ്ലോവേഴ്സ് ഓൾസോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ബാക്ക് സീറ്റിൻ്റെ സ്പേസ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ 3 പേർക്ക് കംഫർട്ടബിളായി ട്രാവൽ ചെയ്യാവുന്ന തരത്തിൽ വിഡ്ത്തുള്ള ഒരു ബാക്ക് സീറ്റാണ് കിയ സോണറ്റ് നമുക്ക് നൽകുന്നത്. സോണറ്റിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രീമിയം ഫീച്ചറാണ് ഇൻബിൽറ്റ് സ്മാർട്ട് എയർ പ്യൂരിഫയർ വിത്ത് വൈറസ് ഡിറ്റക്ഷൻ. ഈ സെഗ്മെന്റിൽ മറ്റൊരു വണ്ടികളും ഈ ഒരു ഫീച്ചർ നൽകുന്നതല്ല. ഇതിന്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 350 ലിറ്റേഴ്സിന്റെ ബൂട്ട് സ്പേസ് ആണ്, വിച്ച് ഇസ് വെരി ഗുഡ് ഇൻ ദിസ് സെഗ്മെന്റ്. അലോയ് വീൽസ് അല്ലാത്ത ഒരു നോർമൽ സ്റ്റീൽ സ്പെയർ ടയർ ഓൾസോ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പ്രീമിയം സേഫ്റ്റി ഫീച്ചറായ ഫ്രണ്ട് ആൻഡ് റെയർ പാർക്കിംഗ് സെൻസർ ഓൾസോ സോണറ്റ് നമുക്ക് നൽകുന്നുണ്ട്. കമ്മിങ് ടു ദ മെയിൻ പോയിന്റ്, കിയ സോണറ്റിന്റെ എഞ്ചിൻ ഓപ്ഷൻസ്. കിയ സോണറ്റിൽ 2 ടൈപ്പ് പെട്രോൾ എഞ്ചിനാണുള്ളത്. ഒരു റിഫൈൻഡ് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനും ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയ 1 ലിറ്റർ ടെർബോ എഞ്ചിനും. ഇതിന് പുറമെ കിയ സോണറ്റിൽ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും ഉണ്ട്, വിച്ച് ഇസ് വെരി മച്ച് ഫ്യൂൽ എഫിഷ്യന്റ്. ഇതിന്റെ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വളരെ റിഫൈൻഡ് ആണ്, പക്ഷേ ഇതിന്റെ പവർ കമ്പാരിറ്റീവ്ലി കുറവാണ്. വെറും 82 bhp പവർ മാത്രമേ ഉള്ളൂ. ഇത് 5 സ്പീഡ് മാനുവൽ വേർഷനിലാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് 1 ലിറ്റർ ടെർബോ എഞ്ചിൻ വളരെയധികം പെർഫോമൻസ് ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് 120 bhp പവർ ആണുള്ളത്. ഇത് 6 സ്പീഡ് മാനുവൽ, 7 സ്പീഡ് DCT ആൻഡ് 6 സ്പീഡ് ക്ലച്ച്ലെസ് മാനുവൽ എന്നിങ്ങനെ 3 വേരിയൻസിൽ കാണാം. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ 100 bhp പവറും 240 ന്യൂട്ടൺ ടോർക്കുമാണുള്ളത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ബോത്ത് 6 സ്പീഡ് മാനുവൽ ആൻഡ് 6 സ്പീഡ് ഓട്ടോമാറ്റിക് വേരിയൻസിൽ ഓൾസോ കാണാൻ കഴിയുന്നതാണ്. കിയ സോണറ്റിന്റെ ഗിയർ ബോക്സ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ ഒരു 5 സ്പീഡ് മാനുവൽ, ഒരു 6 സ്പീഡ് മാനുവൽ, ഒരു 6 സ്പീഡ് അഡ്വാൻസ്ഡ് ഓട്ടോമാറ്റിക് ആൻഡ് ഒരു 7 സ്പീഡ് DCT കാണാൻ കഴിയും. കിയ സോണറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയ തരം ഗിയർ ബോക്സ് ഓപ്ഷനാണ് 6 സ്പീഡ് IMT, അതായത് ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ. ചുരുക്കം പറഞ്ഞാൽ ഇതൊരു ക്ലച്ച്ലെസ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്, അതായത് ക്ലച്ച് പെഡൽ ഇല്ലാത്ത മാനുവൽ ട്രാൻസ്മിഷൻ. സോ ഒരു മാനുവൽ ഗിയർ ബോക്സ് വണ്ടി ഓടിക്കുന്നതിന്റെ റോ സുഖം കിട്ടും. അതോടൊപ്പം തന്നെ ക്ലച്ച് പെഡൽ ഇല്ലാത്തതുകൊണ്ട് ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്ന ഒരു കംഫർട്ട് ഓൾസോ ഇതിലെ യൂസറിന് കിട്ടുന്നതാണ്. ഇനി കമ്മിങ് ടു ദ മെയിൻ അനാലിസിസ്, ഒരു കോമ്പാക്ട് SUV മേടിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ കിയ സോണറ്റ് എന്ന വണ്ടി നിങ്ങൾ കൺസിഡർ ചെയ്യണോ വേണ്ടിയോ? ഇതിനുള്ള ഉത്തരം നമുക്ക് 3 രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. 1 ഫങ്ഷൻസ് ആൻഡ് ബിൽഡ് ക്വാളിറ്റി, 2 ബ്രാൻഡ് വാല്യൂ ആൻഡ് 3 ഇനി കമ്മിങ് ടു ഫങ്ഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അഥവാ ഫീച്ചേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വണ്ടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. കാരണം ഒരു കോമ്പാക്ട് SUV എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബ്രെസ, ഹ്യുണ്ടായി വെന്യൂ, ടാറ്റ നെക്സൺ, ഫോർഡ് എക്കോസ്പോർട്ട് എന്നൊക്കെയാണ്. ഈ വണ്ടികളെല്ലാം എടുത്തു നോക്കിയാലും ഇവരൊക്കെ തരുന്നതിനേക്കാളും എത്രയോ അധികം ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ് ഈ കിയ സോണറ്റ് നിങ്ങൾക്ക് തരുന്നത്. സൺറൂഫ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, വെന്റിലേറ്റഡ് സീറ്റ്, 10-inch infotainment system, air purifier with virus detection, Bose speakers with subwoofer etc. നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, അതായത് ഹ്യൂണ്ടായി ക്രെറ്റയിൻ്റെ ഒരു ടോപ്പ് എൻഡ് മോഡലിലാണ് നമുക്ക് എയർ പ്യൂരിഫയറും ബോസിന്റെ സ്പീക്കേഴ്സും ഒക്കെ കണ്ടുവരുന്നത്. അപ്പോൾ അതിനേക്കാളും എത്രയോ ബഡ്ജറ്റ് വൈസ് റേഞ്ച് കുറഞ്ഞൊരു വണ്ടിയാണ് കിയ സോണറ്റ്. കിയ സോണറ്റിലും നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യേണ്ട ഒരു വണ്ടി തന്നെയാണ്. കുറേയധികം മോഡേൺ ഫീച്ചേഴ്സ് ആൻഡ് ടെക്നോളജീസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ബിൽഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ എൻക്യാപ് റേറ്റിംഗ്സ് അല്ലെങ്കിൽ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ്സ് ഒന്നും ഇപ്പോഴും റെഡി ആയിട്ടില്ല. സോ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും കിയ സെൽറ്റോസ് ഇവരുടെ പ്രീവിയസ് വേർഷൻ നോക്കുകയാണെങ്കിൽ സെൽറ്റോസിന്റെ ബിൽഡ് ക്വാളിറ്റി ഇസ് ഗുഡ്. ഒരു ടാറ്റ നെക്സോൺ അല്ലെങ്കിൽ മഹീന്ദ്ര XUV 300 പോലെ 5/5 റേറ്റിംഗ്സ് ഇല്ലെങ്കിലും ഹ്യൂണ്ടായി ക്രെറ്റയൊക്കെ പോലെ തന്നെ ഒരു നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് സെൽറ്റോസിനുള്ളത്. സോ വി ആർ ഹോപ്പിംഗ് ദാറ്റ് ഒരു സെയിം ബിൽഡ് ക്വാളിറ്റി ആയിരിക്കും അവർ ഈ വണ്ടിയിലും കൊണ്ടുവരുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, അതായത് ബ്രാൻഡ് വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അതായത് കിയ ആൻഡ് ഹ്യൂണ്ടായി രണ്ടും സിസ്റ്റർ കമ്പനീസ് ആണ്, കൊറിയൻ മാനുഫാക്ചറേഴ്സ് ആണ്. അപ്പോൾ ഹ്യൂണ്ടായി ക്രെറ്റയുടെ പോലെ തന്നെ ഒരു ഓൾമോസ്റ്റ് അപ്രോച്ചിങ് ഈക്വലി ഗുഡ് ബ്രാൻഡ് വാല്യൂ കിയയ്ക്കും ഉണ്ട്. സർവീസ് സെന്റേഴ്സ് ആണ് ഒരു മെയിൻ ചോദ്യം. അതായത് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള നല്ല വണ്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ കൂടെ അതിന് സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ സർവീസ് സെന്റേഴ്സ് എത്ര സിറ്റിയിൽ എത്ര ഫ്രീക്വന്റ് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യം തന്നെയാണ്. കിയ എടുത്ത് നോക്കുകയാണെങ്കിൽ കിയ ആക്ച്വലി ഒരു ഗ്രോയിങ് ബ്രാൻഡാണ് ഇന്ത്യയിൽ. സോ ഏകദേശം ഒരു 160 സിറ്റീസിലായിട്ട് ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള 160 സിറ്റീസിലായിട്ട് 192ഓളം സർവീസ് സെന്റേഴ്സ് കിയ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കിയയുടെ മെയിൻ സ്പെയർ പാർട്സ് ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ് ഇന്ത്യയുടെ 4 കോർണർ
കോർണറിലായിട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒരു മേക്ക് ഇൻ ഇന്ത്യ രീതിയിലാണ് കിയ അവരുടെ വണ്ടികൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെ ഗുഡ് അവൈലബിലിറ്റി ഓഫ് സർവീസ് സെന്റേഴ്സ് ആൻഡ് ഗുഡ് അവൈലബിലിറ്റി ഓഫ് സ്പെയർ പാർട്സ് തീർച്ചയായും ഉണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഇൻ എ ഗ്രോയിങ് സ്റ്റേജ്. ബട്ട് ഐ ഫീൽ സിസ്റ്റർ ബ്രാൻഡ്സ് ആയതുകൊണ്ട് തന്നെ ഒരു ഹ്യൂണ്ടായുടെ ഒരു നെറ്റ്വർക്ക് പോലെ തന്നെ കിയയും ഉടൻ തന്നെ ഗ്രോ ചെയ്തെത്തുന്നതായിരിക്കും. പക്ഷെ ഇതിന്റെ ഒരു മെയിൻ മറുവശം എന്താണെന്ന് വെച്ചാൽ കിയ ആക്ച്വലി അവരുടെ ഒരു കണക്റ്റഡ് ആപ്പ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ടെക്നോളജി വെച്ചിട്ട് നിങ്ങളുടെ ഒരു സർവീസ് എക്സ്പീരിയൻസ് വളരെ ഈസിയായി നോക്കുകയാണ്. ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോണിലൂടെ നിങ്ങളുടെ വണ്ടി കണക്റ്റഡ് ആപ്പ് ഫീച്ചേഴ്സ് വെച്ചിട്ട് ടെക്നോളജി വെച്ച് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ വണ്ടി ഒന്ന് സ്കാൻ ചെയ്തിട്ട് എവിടെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്, എപ്പോഴാണ് ഇതിന്റെ നെക്സ്റ്റ് സർവീസ്, എവിടെയെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നതൊക്കെ നിങ്ങളുടെ മൊബൈൽ സ്മാർട്ട് ഫോണിൽ തന്നെ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. സോ അങ്ങനെയെല്ലാം കൊണ്ട് തന്നെ നിങ്ങളുടെ സർവീസ് ഒരു സീംലെസ് ഗുഡ് സർവീസ് എക്സ്പീരിയൻസ് ആണ് കിയ ഇപ്പോൾ ആസ് എ ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനിയും കമ്മിങ് ടു ദ $1 million question. വാട്ട്സ് ദ മണി ഹണി? സോ വില ആക്ച്വലി ഈ കിയ സോണറ്റിന്റെ പല വേരിയൻസിന്റെ ഒഫീഷ്യൽ പ്രൈസ് കിയ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. എങ്കിൽ കൂടി ഏകദേശം ഒരു ഓൺ പേപ്പർ അസംഷൻ എന്ന് പറയുന്നത് 9 lakhs to 15 lakhs 9 മുതൽ 15 ലക്ഷത്തിന്റെ ഇടയ്ക്കാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരിക ഓൺ റോഡ് എന്നാണ് ഒരു ഓൺ പേപ്പർ അസംഷൻ പല വേരിയൻസിലായിട്ട് തന്നെ. അപ്പൊ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ തന്നെ ബാക്കി കോമ്പാക്ട് എസ് യു വി തന്നെ അതിന്റെ പല വേരിയൻസും ഏകദേശം ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ സെയിം പ്രൈസ് ബ്രാക്കറ്റിൽ എന്തുകൊണ്ടും വളരെയധികം ഫീച്ചേഴ്സ് ആൻഡ് ലേറ്റസ്റ്റ് ടെക്നോളജി, ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ്, സ്മാർട്ട് ആപ്പ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ആൻഡ് ബിൽഡ് ക്വാളിറ്റി കിയയ്ക്കുണ്ട്. ഈ വർഷം സെപ്റ്റംബറോട് കൂടിയാണ് വണ്ടിയുടെ ലോഞ്ച് ഇൻ ദ സെൻസ് വണ്ടിയുടെ ബുക്കിംഗ്സ് ഓപ്പൺ ആവുക. സോ അതിനുശേഷം മാത്രമേ നമുക്ക് ആ വണ്ടി ആക്സസിബിൾ ആയിട്ട് ഒരു ഡ്രൈവ് ഒക്കെ പോയിട്ട് അതിന്റെ കംഫർട്ട് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബട്ട് സോ ഡെഫിനറ്റ്ലി ഞങ്ങളുടെ സജഷൻ ഇതാണ്, അതായത് നിങ്ങൾക്ക് ഒരു കോമ്പാക്ട് എസ് യു വി എടുക്കാനാണ് പ്ലാൻ എങ്കിൽ തീർച്ചയായും കിയ സോണറ്റ് കൺസിഡർ ചെയ്യേണ്ട ഒരു വണ്ടി തന്നെയാണ്. സോ സെപ്റ്റംബറിൽ ബുക്കിംഗ്സ് ഓപ്പൺ ആകുമ്പോൾ തന്നെ നിങ്ങൾ ഇതിന്റെ ടെസ്റ്റ് ഡ്രൈവ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് ട്രൈ ആൻഡ് എക്സ്പെരിമെന്റ്, നിങ്ങൾക്ക് അതിന്റെ ഫീൽ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കിയ സോണറ്റിന്റെ വിശേഷങ്ങൾ. നിങ്ങളുടെ ഫ്രണ്ട്സിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സിൽ ആർക്കെങ്കിലും ഒരു കോമ്പാക്ട് എസ് യു വി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇത് അവർക്ക് വളരെ യൂസ്ഫുൾ ഇൻഫർമേഷൻ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഈ എൻഗേജ്മെന്റ് ആണ് ഞങ്ങളുടെ ഒരു മോട്ടിവേഷൻ. ഞങ്ങളുടെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജസ് ഓൾസോ ഫോളോ ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസിന് പുറമെ ലേറ്റസ്റ്റ് ഗാഡ്ജറ്റ്സ്, സ്മാർട്ട് ഫോൺസ്, ട്രാവൽ വീഡിയോസ്, ഫുഡ് റിവ്യൂസ്, ഫൺ ആൻഡ് എന്റർടൈൻമെന്റ് വീഡിയോസ്, അങ്ങനെ പലതും ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്ലീസ് ആ വീഡിയോസ് ഒക്കെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.